എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ഇതുമായിട്ടാണ് വന്നത്. സ്പെഷ്യലായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ ഹെയർ ഡൈ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിയത് നമ്മളധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ഞാൻ ഇന്നേക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് കാണിക്കാം. ഫസ്റ്റ് ഞാൻ ഇതിനെടുത്തിട്ട് നമ്മളെ കാടിക്കൂർക്കട ഇല, കർപ്പൂരവള്ളി ഇല ഒരു 10 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 10 പീസ് നിങ്ങൾ നിറയെ ചെയ്യുന്നുണ്ടെങ്കിൽ 10-20 പീസൊക്കെ എടുക്കുക. ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഒരു 10 പീസ് മതി. ഇത് ഞാൻ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് നന്നായിട്ട് ചെറിയ ഇതായിട്ട് പീസായിട്ട് ഇങ്ങനെ ഇടണം. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ കാടിക്കൂർക്കടയിലുള്ള കാര്യം പിന്നെ ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കഫക്കെട്ടിനും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് നമ്മൾ തലയിൽ യൂസ് ചെയ്യുക. കാരണം ഇത് തേച്ചുകൊണ്ട് നമുക്ക് നീരിറക്കത്തിൻ്റെ കേടോ കഫക്കെട്ടിൻ്റെ കേടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊരു ഗ്യാരണ്ടിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് നമ്മളെ തുളസിയില. നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തുളസിയില ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു പിടി തുളസിയില. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ കരിഞ്ജീരകമാണ്. കണ്ടില്ലേ, ഒരു പിടി കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ടൊന്നും വേണ്ട, ഒരു മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്നൊരു കാര്യം പറയുകയാണ് നിങ്ങളോട്. വേറെ ഒന്നുമല്ല, എൻ്റെ ചാനലൊന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണം. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ആവണ മാതിരിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എപ്പോഴും അധികം ഇടാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കരിഞ്ജീരകം. അതും ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഒരു വലിയ ഗ്ലാസ് വെള്ളം, ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇത്രയേ വേണ്ടൂ. ഇനി ഇതെന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ അടുപ്പിൽ വെക്കാൻ പോവുകയാണിത്. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കടന്ന് നന്നായിട്ട് തിളച്ച്, നല്ല ഹൈയിലേ വെച്ചോളും. നല്ല തിളച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളം, അത് എത്ര വറ്റിക്കും അത്രയും വറ്റിച്ചിട്ട് കുറച്ച് വെള്ളമായിട്ട് കിട്ടണം. തിളക്കട്ടെ ഇത് നന്നായിട്ട്. ഇപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിളച്ചിട്ട് ഇതൊരു നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ചത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമായിട്ട് മാറണം. നല്ല കുറുകണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇഞ്ചി കാണിക്കണമെന്ന് വിചാരിക്കരുത്. അത് തിളച്ച് ആവുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് പറയുകയാണ് നിങ്ങളോട്. നമ്മൾ ഈ ഇഞ്ചി ഉണ്ടല്ലോ, നല്ല ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിയിട്ട് നിറയെ, അതായത് ചെറിയ കുറച്ച് വാങ്ങണ അവരുടെ കാര്യമില്ല. 1 കിലോ ഒക്കെ അങ്ങനെയൊക്കെ വാങ്ങി വെക്കുമല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വാങ്ങിക്കൊണ്ട് ഇഞ്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, പുറത്ത് വെക്കുക, പെട്ടെന്ന് ഇഞ്ചി അളിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ വാങ്ങുന്ന 1 കിലോ ഇഞ്ചിയാണ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നന്നായിട്ട് ഇതിൽ നിറയെ മണ്ണൊക്കെ ഉണ്ടായിരുന്ന നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു 2 ദിവസം നന്നായിട്ട് വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തു. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു എയർ ടൈറ്റുള്ള ആ ബോക്സിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതങ്ങനെ എടുത്ത് അതിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റുള്ള ബോക്സിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മാസം 2 മാസം അങ്ങനെ കേടാതിരിക്കും. ഒന്നും അളിയൂല്ല, ഒന്നും ആവില്ല. പക്ഷെ നല്ല മൂത്ത ഇഞ്ചി ആവണം കേട്ടോ, അങ്ങനെ ഇരിക്കും. പിന്നെ വേറെന്ന് വെച്ചാൽ ഇടയിൽ ചിലപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി വെയിലത്ത് വെച്ച്, ആ സമയം മാത്രം അതൊന്ന് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഒന്നും കൂടി ചൂടാക്കി നമ്മൾ ബോക്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെയും ഇരിക്കും 2 മാസത്തിനടുത്ത് ഇഞ്ചി ഇങ്ങനെ കേടാകാതെ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇത് ചെറിയ ടിപ്പാണ്, അവർക്ക് അറിയാണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു മാത്രം.
ഇത് നന്നായിട്ട് ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എത്ര എങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് നോക്കി. ഇങ്ങനെ ആക്കിയെടുക്കണം. നല്ല ചൂടുള്ള ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഈ വെള്ളം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, വറ്റിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചതാണ്. ഇങ്ങനെ ആക്കണം. ഇനി ഞാൻ അടുത്തെടുക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് നമ്മളെ കർസലാങ്കണ്ണി. കർസലാങ്കണ്ണി നമ്മൾ തമിഴിലാണ് പറയുന്നത്. മലയാളത്തിൽ ഇതിൻ്റെ പേരെന്താ നമുക്കറിയാം, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. കഞ്ഞുണ്ണി, നമ്മൾ എണ്ണക്കാച്ചാനൊക്കെ എടുക്കില്ലേ, കഞ്ഞുണ്ണി, അതിൻ്റെ പൗഡറാണിത്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് എടുക്കുകയാണ്. ചെയ്തിട്ടുണ്ട് ഒന്നുമില്ലേ, കുറച്ച് ഒരു സ്പൂണെന്ന് വെച്ചുപോങ്ങ മതി. ഇത്രയും കൊണ്ട് ഒരു സ്പൂൺ അളവിനെ എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഒന്ന് നമ്മളുടെ കാടിക്കൂർക്കയുടെ ഇല, രണ്ടാമത് നമ്മളുടെ ഈ സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ ഔരിപ്പൊടി എന്ന് പറയും, ഔരി ഇല പൗഡർ. ഇതിന് മലയാളത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ കടയിൽ പോയി ചോദിച്ചു നോക്കൂ. ഇതാണ് സാധനം. ഇതിൻ്റെ പിക്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഔരിപ്പൊടി എന്ന് പറയുന്നത് സാധനം. ഇതാണ് മാക്സിമം ഈ ഹെയർ ഡൈയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോണത്. ഇതിൻ്റെ പൗഡർ മരുന്ന് കടയിലൊക്കെ, നമ്മളെ നാടൻ മരുന്നിൻ്റെ കടയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയാൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ചേർക്കുകയാണ്. ഇതിൻ്റെ കളർ കണ്ടാലോ ഉണ്ടല്ലോ, നല്ല പച്ച കളർ. ഇതേപോലെ സ്പൂണിന് ഒരു 2 സ്പൂണ് മതി. ഇത് ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ. ഒന്ന് മതി കേട്ടോ, ഒന്ന് ചേർക്കുകയാണ്. ഇനി ഇതല്ലാതെ തന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, 2 പൊടികൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഈ വെള്ളത്തിന് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മൾ ഇളക്കി എടുക്കണം. നമ്മളെ ഹെയറിലേക്ക് തേവയാണ് അതേപോലെ ആവശ്യമുള്ള പോലുള്ള ഒരു മിക്സിങ് ആക്കി മാറ്റണം കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നാച്ചുറലാണ്, നമുക്ക് ഒരു പ്രശ്നവും ഇതുകൊണ്ട് വരില്ല. ഇത് മാത്രമല്ല, ഞാൻ തേച്ചും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ അളവിൽ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ വെള്ളം നിങ്ങൾ അങ്ങനെ എടുത്ത് വെച്ചോളൂ. നിങ്ങൾ ഇനി പാത്രത്തിൽ ബോക്സിലാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇനി തിരിച്ച് യൂസ് ചെയ്യാവുന്നതാണെങ്കിൽ. ഇതാ ഈ അളവ് കണ്ടില്ലേ. ഇതാണ് നമ്മളെ നാച്ചുറൽ ഹെയർ ഡൈ. കണ്ടില്ലേ, കറുപ്പ് കളറിൽ നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. മുടി നല്ല ഒരു ഷൈനിങ്ങും ആവും, നല്ലൊരു കറുപ്പും ആവും. ഇത് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുകൊണ്ട് നമുക്കൊരു കഫക്കെട്ടോ നീരിറക്കോ ഒരു പ്രശ്നവും വരില്ല. അതിനൊക്കെ ഗ്യാരണ്ടിയാണ്. കാരണം കാടിക്കൂർക്കടയുടെ മരുന്നിൻ്റെ അതിൻ്റെ ഒരു വിവരം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. പിന്നെ തുളസി ഇലയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തേച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനത് തേച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്, കയ്യോട് തേച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും നന്നായി ഇതുപോലെ തേച്ച് യൂസ് ചെയ്യണം. നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ബാഡ് സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് ഉണ്ടാവില്ല.
അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഉപകാരമാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.